എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു മുളക് ബജിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന മുളക് ബജിയില്ലേ, അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയൊന്നും വേണ്ട, വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ഇനി ഞാൻ ഈ മുളക് ബജി ഉണ്ടാക്കാനായിട്ട് നീളത്തിലുള്ള പച്ച ബജി മുളകാണ് എടുത്തത്. നല്ല നീളമുള്ള മുളകാണ് ഞാൻ എടുത്തത്. ഇത് പലതരത്തിലുള്ളതുണ്ട്, നീളമുള്ളതും നീളം കുറഞ്ഞതും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളതാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങിയാൽ മതി. എനിക്കിപ്പോൾ ഇത്രയും വലിപ്പമുള്ള, കണ്ടില്ല, എൻ്റെ കയ്യിലടീനെക്കാട്ടും വലിപ്പമുള്ള മുളകാണ് കിട്ടിയത്. ഞാൻ ഇതേപോലത്തെ 10-12 എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ബാറ്റർ റെഡിയാക്കുക. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാലയാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് കട്ടയൊന്നും കെട്ടാതെ തന്നെ കുഴച്ചെടുക്കണം. വെള്ളം ആദ്യം തന്നെ കൂടുതൽ അങ്ങ് ഒഴിച്ചാൽ ചിലപ്പം മാവ് അങ്ങ് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നുകൂടി ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമ്മൾ ഇത് നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയോന്ന് അറിയാം. നമ്മൾ ഇതേപോലെ ഒരു സ്പൂണ് വെച്ച് നോക്കുമ്പോൾ ആ സ്പൂണിൽ പറ്റി കിടക്കുന്ന, ആ ഒട്ടിക്കിടക്കുന്ന, ഒലിച്ചു പോകാതെ കിടക്കുന്ന ആ പരുവല്ലേ, അതാണ് നമ്മൾ ബാറ്ററിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നീളത്തിലുള്ള മുളകല്ലേ, അതിൻ്റെ സൈസിലുള്ള ഒരു കുപ്പി എടുക്കാം. അതിലേക്ക് ഈ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു കാപ്പിപ്പൊടിയുടെ വലിയൊരു കുപ്പിയാണ് എടുത്തത്. എന്നിട്ട് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കുപ്പിയിൽ ഇതേ രീതിയിലാണ് പച്ചിമുളക് തയ്യാറാക്കുന്നത്. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇതേപോലെ എണ്ണ ഒന്നങ്ങ് തൂയി കൊടുക്കണം. ഇല്ലെങ്കിൽ മുളകിൻ്റെ ഒരു ഭാഗത്തു നിന്നങ്ങ് മാവ് അങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറുതെ കടയിലൊന്നും പോയി വയറ് കേടാകുകയും വേണ്ട. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർക്കൂലേ ടേസ്റ്റ് കൂടാനായിട്ട്, അതിലും ടേസ്റ്റുള്ള നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ടിഷ്യൂ പേപ്പറിലാകുമ്പോൾ അതിൽ എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ അതങ്ങ് വലിഞ്ഞു പോകും. ഇതിൽ തീരെ എണ്ണയൊന്നും ഒട്ടും കുടിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ മാവൊക്കെ നല്ല പാകത്തിനായി വന്നതുകൊണ്ട് കണ്ടില്ല, നമ്മുടെ മുളകുമലൊക്കെ നല്ലോണം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ മാവൊക്കെ. ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് വറുത്ത് കോരി അങ്ങ് എടുക്കാം. നമ്മുടെ ടേസ്റ്റി മുളക് ബജി ഇവിടെ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.